മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം തന്നെ കേരളത്തിൽ നിലവിലുള്ള അന്തരീക്ഷത്തിൽ തുടരാൻ കഴിയുമെന്ന കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിനുള്ളത്. തീർച്ചയായും അതിൻ്റെ ഭാഗം എന്ന നിലയിൽ ഉറച്ച അഭിപ്രായം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ഒല്ലൂരിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി കെ രാജൻ മൂന്നാം ഊഴത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വേറൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എന്താണ് ഇവിടുത്തെ ഏറ്റവും പുതിയ അവസ്ഥ? ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇവിടുത്തെ ജനങ്ങളുമായി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയിലും അതിനു മുമ്പത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാസക്കാലത്തെ തുടർച്ചയായിട്ടുള്ള പരിശോധനയിലും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണുള്ളത്. മറ്റ് മന്ത്രിമാർക്കും നേരിടാൻ ഇല്ലാത്ത നിരവധി പ്രതിസന്ധികൾ ഈ ഭരണകാലത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂരൽമല പോലെ വയനാട്ടിലെ ദുരന്തം, അങ്ങനെ പല വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഇതൊക്കെ നൽകിയ ഊർജ്ജം എന്താ? ഞാൻ പറഞ്ഞത്, ആ ദുരന്ത ഘട്ടങ്ങളിലെല്ലാം പൂർണ്ണമായി അവരോടൊപ്പം നിൽക്കാനും എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ടും ഒരു റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിലും ലഭ്യമായിട്ടുള്ള ഊർജ്ജം ചെറുതായിരുന്നില്ല. അതിന് നാട്ടിലെല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ടായി. രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യരുടെ പിന്തുണയുണ്ടായി. അതെല്ലാം സ്വാഭാവികമായിട്ടും പ്രവർത്തന പദത്തിലെ ഏറ്റവും വലിയ കരുത്താണ്. ആ കരുത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പറയുന്നതല്ല, പക്ഷേ ആ കരുത്ത് നമുക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ്. അത് നാട്ടിലെ ജനങ്ങളെ സഹായിക്കാനായി ഒരവസരം ലഭ്യമായതായിട്ട് കരുതുകയും ചെയ്യുകയാണ്. ഈ വരുന്ന സർവേകളിലൊക്കെ പറയുന്നത് UDFനൊരു മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. ഒല്ലൂർ മണ്ഡലം സുരക്ഷിതമാണ്. അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടോ? ശരിക്കും ഞാൻ തോന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെയും ഏറ്റവും കൃത്യമായ കാഴ്ചപ്പാട്, ജനങ്ങളുടെ സർവേ ഫലം നാളെ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരും. സ്വാഭാവികമായിട്ടും ഈ വിശകലനങ്ങൾക്ക് വിധേയമാകുന്നവർ ചില ഏകീകരണത്തെക്കുറിച്ച് ഭരണപക്ഷം, ന്യൂനപക്ഷം, ഭൂരിപക്ഷം, ഇങ്ങനെ ചില വാക്കുകൾ എല്ലാവരും പ്രയോഗിക്കുന്നതാണ്. വാക്കുകൾ പ്രയോഗിക്കുന്നതിൻ്റെ തെറ്റല്ല. പക്ഷെ ഞങ്ങൾ കരുതുന്നത് ഇവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ ഏതാണ്ട് തുല്യമാണ്. ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും ഒക്കെ വില കൂടിയാലും പെൻഷൻ പണം കൂടിയാലും ഒക്കെ എല്ലാ വിഭാഗം ഒരുപോലെ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മനുഷ്യന് ചുറ്റും മണ്ണിലുള്ള യാഥാർത്ഥ്യങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി അവർ വരുത്താൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മേൽക്കൈയുണ്ടാവും. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം തന്നെ കേരളത്തിൽ നിലവിലുള്ള അന്തരീക്ഷത്തിൽ തുടരാൻ കഴിയുമെന്ന കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിനുള്ളത്. തീർച്ചയായും അതിൻ്റെ ഭാഗം എന്ന നിലയിൽ ഉറച്ച അഭിപ്രായം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒല്ലൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ചരിത്രം സൃഷ്ടിച്ച ആളാണ് രാജൻ. പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ സാധ്യത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ആ കാര്യത്തിലൊരു ആത്മവിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിലെ മത്സരം എപ്പോഴും ഏറ്റവും മാതൃകാപരമാകണം, പരസ്പര ബഹുമാനത്തോടു കൂടിയാകണം. ഒപ്പമുള്ള സ്ഥാനാർത്ഥികളോട് ആ വിധത്തിലുള്ള മര്യാദകൾ തന്നെ നമ്മൾ കാണിക്കുകയും ചെയ്യണം. അതുകൊണ്ട് മാത്രമല്ല, ഈ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരാണെന്നുള്ള അഭിപ്രായക്കാരാണ്. അവരെല്ലാം വ്യക്തിപരമായി അവരുടെ മേഖലകളിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അവരുടേതായ കഴിവ് തെളിയിച്ച ആളുകളാണ്. മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ഒരാളെ ജയിക്കാൻ പറ്റൂ, ഒരു മുന്നണിയെ ജയിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കും ഫലം വരാൻ പോകുന്നത്. പക്ഷേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് 10 വർഷക്കാലം ശ്രമിച്ചത്. അത് തന്നെയായിരിക്കും തുടർന്ന് ചെയ്യാൻ. ഒല്ലൂർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു വെല്ലുവിളി നേരിട്ടുണ്ടോ? ശരിക്കും തെരഞ്ഞെടുപ്പ് ഇതിൽ വെല്ലുവിളിയുടെ പ്രശ്നമില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നാം നമ്മുടെ രാഷ്ട്രീയവും നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരി. അതിൽ ജനങ്ങൾ വിശ്വസിക്കണം. ഞാൻ എപ്പോഴും ജനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ പേടിക്കേണ്ട ഒരവസ്ഥയും ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് പ്രത്യേകമായൊരു വെല്ലുവിളിയെയും അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടില്ല. മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൽ ഒരു സംശയവും മന്ത്രി രാജനില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ റവന്യൂ മന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാം മൂന്നാം ഊഴത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരമെന്ന് വിശ്വസിക്കുകയാണ് മന്ത്രി കെ രാജൻ. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.